നഗരസഭ 40-ാം വാർഡിൽ സേവന സ്പർശം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ടി.എസ്. സജീവിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ രാജശ്രീ അവാർഡ് ദാന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ സമൂഹത്തിന്റെ പുരോഗതി നിർണ്ണയിക്കപ്പെടുന്നത് ആ സമൂഹം പ്രതിനിധാനം ചെയ്യുന്ന കുടുംബങ്ങളിലാണ്. ആ കുടുംബത്തിന്റെ പുരോഗതിയാവട്ടെ അതിൽ താമസിക്കുന്ന വ്യക്തികൾ. ആത്യന്തികമായി അത് വന്നു ചേരുന്നത് അതല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കൃത്യമായ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ഈ സമൂഹത്തിലെ നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന വ്യക്തികൾ തന്നെയാണ്. അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ശിവശക്തികൾ ഒരുപാട് രംഗം നിറഞ്ഞു കളിക്കുന്ന നമ്മുടെ രാജ്യത്തെ ദിശാബോധമുള്ള ഒരു പൗരനാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതിനെ സഹായിക്കുന്നതും നമ്മുടെ അറിവുമാണ്. ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ബോധവുമാണ് അറിവ്. അല്ലാതെ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു പഠനം മാത്രമല്ല. ആ പഠനം ആവശ്യമാണ്. നമുക്ക് ഒരു ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടാനും അതോടൊപ്പം ഒരു ജോലി സമ്പാദിക്കാനും ആ അറിവ് അത്യാവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആർജിക്കേണ്ട പല അറിവുകളും. വിശിഷ്ട സേവന മെഡലിന് അർഹനായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ.എസ്. റെനീഷിനെ ചടങ്ങിൽ ആദരിച്ചു. 10ാം ക്ലാസ് +2 പരീക്ഷയിൽ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സുപ്രീം കോടതി അഡ്വക്കേറ്റ് പാർവതി പുഷ്കർ പുരസ്കാരങ്ങൾ നൽകി. പഠനോപകരണ വിതരണം കെ.എസ്. വിനോദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സഹായം ഒ.എൻ. ജയദേവൻ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് അംഗങ്ങൾക്കുള്ള ഭക്ഷ്യ കിറ്റ് വിതരണം ശ്രീജ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒ.പി. സുരേഷ്, പ്രജീഷ് ചളിയിൽ, ദീപ രാജേന്ദ്രൻ, ടി.കെ. ഹരിദാസൻ, രഞ്ജിത്ത്, അജയൻ എന്നിവർ സംസാരിച്ചു. കണ്ടെത്തിയിട്ടാണ് സൂചിപ്പിച്ചിട്ടുണ്ട്.